നമസ്കാരം. കേരളം പീഡനങ്ങളുടെ നാടായിരിക്കുന്നു. വാളയാറിലെ സഹോദരിമാരുടെ മരണത്തിന് ഉത്തരവാദി ആര്? വയനാട്ടിലെ പള്ളിമേടയിൽ നിന്ന് ഒരു പീഡന വാർത്ത കൂടി. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഞെട്ടിക്കുന്ന കഥകൾ. ആലുവയിൽ 7 വയസ്സുകാരിയെയും 3 വയസ്സുകാരിയെയും പീഡിപ്പിച്ചത് അയൽവാസി. പെരിന്തൽമണ്ണയിൽ ബാലികയെ പീഡിപ്പിച്ചത് 66-കാരൻ. പീഡന വാർത്തകൾക്കിടയിൽ സദാചാര ഗുണ്ടായുസവുമായി ശിവസേനയുടെ ചൂരൽ പ്രയോഗം. കുറ്റകൃത്യങ്ങളുടെ മുൾമുനയിലാണ് കേരളം. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വയനാട്ടിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനത്തിനിരയായ പെൺകുട്ടി കഴിഞ്ഞ ഡിസംബറിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. KCYM മാനന്തവാടി രൂപത കോർഡിനേറ്റർ സിജോ ജോർജാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ +2 വിദ്യാർത്ഥിനിയായ 17 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ 28/12/2016 പ്രസവിച്ചത്. കുട്ടിയെ 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന പീഡിതയുടെ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നവജാത ശിശുവിനെ കോഴിക്കോട് സഭയ്ക്ക് കീഴിലെ ഒരു കോൺവെന്റിൽ പാർപ്പിക്കുകയായിരുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയെ KCYM കോർഡിനേറ്റർ എന്ന നിലയിൽ അഭിനന്ദിച്ചു തുടങ്ങിയ അടുപ്പം മുതലെടുത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫി പറഞ്ഞു. കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം നടക്കുകയാണ്. പോക്സോ പ്രകാരമാണ് കേസ്. അതെ, പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തും. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ രേഖപ്പെടുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് വാളയാർ SI ഒഴിവാക്കി. കേസ് അന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറി. ആദ്യ കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായോ എന്ന് സംഘം പരിശോധിക്കും. പ്രതികൾക്ക് മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചു. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നിർദ്ദേശപ്രകാരമാണ് കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറിയത്. മൂത്ത കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ വാളയാർ SI PC ചാക്കോയ്ക്ക് വീഴ്ച പറ്റിയെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ പുതിയ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കേസിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ASP G പൂങ്കുഴലി, പ്രത്യേക സംഘത്തെ നയിച്ച ഹേമാംബിക നഗർ CI പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ പുതിയ ടീമിൽ തുടരും. ആദ്യ മരണം അന്വേഷിക്കുന്നതിൽ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്നും പുതിയ സംഘം അന്വേഷിക്കും. ഇതിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനകം പാലക്കാട് SIയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് കൈമാറണം. പ്രതികൾക്ക് മേൽ പോക്സോ വകുപ്പ് കൂടാതെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകം തെളിയിക്കുന്ന സൂചനകളൊന്നും കണ്ടെത്താനായിട്ടില്ല. 2 മരണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാവും പുതിയ സംഘത്തിന്റെ വെല്ലുവിളി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ ആദ്യ കുട്ടി മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായെന്നാണ് ആക്ഷേപം. അതേസമയം കുട്ടിയുടെ ബന്ധു ഉൾപ്പെടെയുള്ളവർ പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലുള്ളവരുടെ മൊബൈൽ ഫോണുകളും മറ്റും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുട്ടികൾ ലൈംഗികമായി പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ സീനിയർ കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. 9 വയസ്സുകാരി നിരവധി തവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. കഴുത്തുമുറുകി ശ്വാസം മുട്ടിയാണ് മരണം. തൂങ്ങി മരിച്ച സ്ഥലവും കുട്ടിയുടെ പ്രായവും കണക്കാക്കുമ്പോൾ കൊലപാതക സൂചനയാണ് നൽകുന്നത്. 122 സെന്റിമീറ്റർ ഉയരവും 22 കിലോഗ്രാം ഭാരവുമുള്ള കുട്ടിക്ക് വീടിന്റെ ഉത്തരത്തിൽ തനിയെ തൂങ്ങുക പ്രയാസമാണ്. സ്വയം തൂങ്ങിയതോ ബലമായി തൂക്കിയതോ ആവാമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. കുട്ടിയുടെ പിൻഭാഗത്ത് പരിക്കേറ്റ പാടുകളുണ്ട്. ഇത് നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടതിന്റെ സാധൂകരണമാണ്. ശരീരത്തിൽ മറ്റു മുറിവുകളില്ല. അന്വേഷണം ബന്ധുവിനെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. AK ലതീഷ്, പാലക്കാട്. വാളയാറിൽ സഹോദരിമാരുടെ അസ്വാഭാവിക മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്നുകൂടി അന്വേഷിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് വീഴ്ച സംഭവിച്ചതുകൊണ്ടല്ല, മറിച്ച് സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിലെ പ്രതി റോബിൻ വടക്കഞ്ചേരിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂഷൻ സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് നാളത്തേക്ക് മാറ്റിയത്. കൊട്ടിയൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി
പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ നൽകിയ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലം നൽകിയില്ലെന്ന കാരണത്താൽ സമയം നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പ്രതിഭാഗം മറുപടി കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചപ്പോൾ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂട്ടർ ജോൺസണിന് കൊട്ടിയൂർ ഇടവകയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പ്രതിഭാഗത്തിന് വേണ്ടി മനഃപൂർവ്വം സത്യവാങ്മൂലം വൈകിപ്പിച്ചതാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. അതേസമയം ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ടെസ്സി, പീഡിയാട്രീഷ്യൻ ഹൈദരലി എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ഈ മാസം 14 മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട് ജില്ലാ ശിശുക്ഷേമ സമിതി വയനാട് ജില്ലയുടെ അധിക ചുമതല ഏറ്റെടുത്തു. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ വയനാട് ശിശുക്ഷേമ സമിതി മരവിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് CWCക്ക് അധിക ചുമതല നൽകിയത്. വയനാട് ജില്ലാ അധ്യക്ഷനായിരുന്ന ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസിനെയും സർക്കാർ നീക്കം ചെയ്യുകയും മറ്റ് 3 അംഗങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ഫാദർ തോമസ് തേരകത്തിന്റെയും ബെറ്റി തോമസിനെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൽപ്പറ്റ കോടതി മാറ്റിവെച്ചു. ആലുവ ബിനാമിപുരത്ത് 3ഉം 7ഉം വയസ്സുള്ള പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായി. സംഭവത്തിൽ അയൽവാസി ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ മുപ്പത്തടത്താണ് സംഭവം. 3ഉം 7ഉം വയസ്സുള്ള സഹോദരിമാരാണ് അയൽവാസിയുടെ പീഡനത്തിനിരയായത്. കാരത്തോഴി സ്വദേശി 52-കാരനായ ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ണി തോമസ് പെൺകുട്ടികളെ ഇയാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇതിനിടെ കുട്ടികൾക്ക് അണുബാധയുണ്ടായി. ഉണ്ണി തോമസിന്റെ ഭീഷണിയെ തുടർന്ന് കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്കൂളിൽ വെച്ച് അധ്യാപികയോട് കുട്ടികൾ വിവരം പറയുകയായിരുന്നു. അധ്യാപിക ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പെൺകുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തു. തുടർന്ന് ആലുവ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അയൽവാസികളായ 2 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഇന്ന് ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന മറ്റൊരു നടന്നിട്ടുള്ളതാണ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 376 IPC പിന്നെ പോക്സോ 7 and 8 പ്രകാരമുള്ള വകുപ്പാണ് ചാർജ് ചെയ്തത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വീടിനുള്ളിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ അരമണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി. തിരുവനന്തപുരം മൺവിള സ്വദേശിനിയായ യുവതിയെ വീടിനുള്ളിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച മിഡ്നാപൂർ സ്വദേശി ഘനശ്യാമിനെ തൊഴിലാളി ക്യാമ്പിൽ നിന്നാണ് പിടികൂടിയത്. അരിക്കച്ചവടം നടക്കുന്ന വീട്ടിലെ പെൺകുട്ടിയായ 22-കാരിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. അരിയുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം നടത്തുന്ന തിരുവനന്തപുരം മൺവിള കിഴക്കുംകരയിലെ ഒരു വീട്ടിലെ 22-കാരിക്ക് നേരെയാണ് പീഡന ശ്രമം നടന്നത്. അരി വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ ബംഗാൾ മിഡ്നാപൂർ സ്വദേശി ഘനശ്യാം യുവതിയെ കയറി പിടിക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ കയറാനുള്ള ശ്രമത്തിനിടെ വാതിലിന് മുന്നിലുണ്ടായിരുന്ന ദ്രവിച്ച ഗ്രില്ലിളകി ഘനശ്യാമിന്റെ ദേഹത്തേക്ക് പതിച്ചു. ഈ തക്കം കൊണ്ട് ബഹളം വെച്ചുകൊണ്ട് പുറത്തേക്കോടിയ യുവതി ആളെക്കൂട്ടും മുമ്പ് ഘനശ്യാം ഓടി രക്ഷപ്പെട്ടു. സംഭവ സ്ഥലത്തെത്തിയ തുമ്പ പോലീസ് അപ്പോൾ തന്നെ ഉണർന്നു പ്രവർത്തിച്ചു. സിറ്റി ഷാഡോ സംഘം സമീപത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ അരിച്ചുപെറുക്കി. ക്യാമ്പിൽ നിന്നാരും പുറത്തു പോവാതിരിക്കാൻ പോലീസിന്റെ ബന്ദോബസ്തും ഏർപ്പെടുത്തി. ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് പെൺകുട്ടിയെ കാണിച്ചു. ഇതിൽ നിന്നാണ് പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞത്. സംഭവമുണ്ടായ അരമണിക്കൂറിനകം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് തിരുവനന്തപുരം സിറ്റി പോലീസിന് അഭിമാനാർഹമായ നേട്ടമായി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. 14-ാം വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് ദുരന്ത ജീവിതം സമ്മാനിച്ചത് വേദനകൾ മാത്രം. മാംസക്കച്ചവടക്കാരുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നത് നിരവധി വർഷങ്ങൾ. നീതി തേടുന്ന 23-കാരിയുടെ കഥ കാണാം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം സ്വദേശിനിയായ യുവതിയാണ് ഗൾഫിലെത്തിച്ച് നിരവധി പേർക്ക് കാഴ്ചവെച്ചതായി പരാതിയുള്ളത്. ജോലി വാഗ്ദാനം നൽകിയാണ് സംഘം യുവതിയെ വലയിലാക്കിയത്. പിന്നീട് ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ഒരു യുവതി നേരിട്ട പീഡനങ്ങളുടെ നേർക്കാഴ്ച വിവരിക്കുന്നു. കൊല്ലം സ്വദേശികളായ ഗുലാമിയും അനിമോനും ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിലെത്തിക്കുകയും ഫ്ളാറ്റിൽ വെച്ച് കുളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരുടെ ഡ്രൈവറിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വീണ്ടും തന്നെ 100-ലധികം പേർക്ക് കാഴ്ചവെച്ചുവെന്നും 1.5 മാസക്കാരൻ തന്നെ ഫ്ളാറ്റിലെ മുറിയിൽ അടച്ചിട്ടാണ് ക്രൂര ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയതെന്നും യുവതി വെളിപ്പെടുത്തി. ഞാൻ കുളിച്ചിറങ്ങിയതിന്റെ പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഈ കുളിസിയും കാണിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ഈ നിൽക്കുന്ന സാലിഹ് എന്ന് പറഞ്ഞ പയ്യനാണ്, അവനുമായിട്ട് ഇതായില്ലെങ്കിൽ ഞങ്ങളിതെല്ലാം യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നിൽക്കലേ അല്ല, ഇയാൾ റൂമിൻ്റെ കഥ അടയ്ക്കുകയും പല രീതിയിൽ എന്നെ ഇതാക്കുകയും ചെയ്തു. അതെല്ലാം ഇദ്ദേഹം വീഡിയോ പിടിച്ചത് ഞാൻ അറിഞ്ഞില്ല.
2-3 വട്ടം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി 2 ദിവസമൊക്കെ റൂമിലിരുന്ന് കരയുകയൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഇതിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു മാസം 10-100ഓളം പേര് എന്നെ ഇതാക്കി. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിൻ്റെ അന്ന് എന്നെ ഇവർ നാട്ടിലേക്ക് കയറ്റി വിട്ട്. അങ്ങനെ വീണ്ടും എന്നെ ഇവർ ഭീഷണിപ്പെടുത്തി സജിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കെയറോഫിൽ ബഹറിൽ ഇതാക്കി. സജിനായും ഷംനായും അതിൻ്റെ ഇത് അങ്ങനെ അവർ ബഹ്റൈനിലേക്ക് കൊണ്ടുപോയി. ബഹ്റൈനിൽ ഞാനങ്ങനെ എനിക്ക് പറ്റാഞ്ഞിട്ട്, കാരണം ഞാനിപ്പോൾ ഒരാളുമായിട്ട് ജീവിതം തുടങ്ങിയിട്ട് ഇതിങ്ങനെ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി എംബസി വഴി നാട്ടിലെത്തിച്ച്. 15-ാം വയസ്സിലും തുടർന്ന് 16-ാം വയസ്സിലും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ തന്നെ 17-ാം വയസ്സിൽ തന്നെ ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരു യുവതിയുമായി ഒളിച്ചോടിയെന്ന് യുവതി പറഞ്ഞു. തന്റെ അവസ്ഥ മനസ്സിലാക്കിയ വിഭാര്യനായ യുവാവ് ജീവിതം തിരികെയും ഒരുമിച്ച് മാന്യമായി ജീവിക്കുമ്പോൾ അതിനെ അനുവദിക്കാതെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഖത്തറിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും യുവതി പറഞ്ഞു. സാമ്പത്തിക ഇടപാട് ഞാനും ഈ ഗുലാമിയും അനിമോനും തമ്മിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് സംസാരവും വിഷയങ്ങളും ആയതിനു ശേഷം എൻ്റെ ഭർത്താവായ ഈ പയ്യനെ ഒരുപാട് ഉപദ്രവിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. കള്ളക്കേസ് കുരുക്കുകയും ഇദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച പെണ്ണിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ഞങ്ങളെ നിരന്തരം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. നിങ്ങൾ ആദ്യം വിവാഹിതമായത് ഏത് പ്രായത്തിലായിരുന്നു? എൻ്റെ 14 വയസ്സ് തന്നെ എൻ്റെ വീട്ടുകാർ കെട്ടിച്ചതാണ്. മാതാവിന് സുഖമില്ലാത്തതുകൊണ്ടാണ് വീട്ടുകാരത് ചെയ്തത്. 2 കുട്ടികളുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാം അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പ്രശ്നത്തിൽ ഇവരെത്തിക്കാൻ നോക്കുക. ഇനിയും ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ പ്രഗ്നൻ്റാണ്. അതും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തിരിയണമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തര പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്ന നിലയിൽ അങ്ങനെ ഒരു പരാതി പോലീസിലേക്ക് പോയിട്ടുണ്ടോ? അഥവാ പോകാത്തത്, അങ്ങനെ പോയിട്ടില്ലെങ്കിൽ പോകാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ ബഹ്റൈനിലെ കാര്യം വെച്ചിട്ട് ഈ ഗുലാമിയുടെ അനിമോൻ്റെ പേര് പറയാതെ ഷംനയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ബഹ്റിൽ ഇത് വെച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. കായംകുളത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതിയൊക്കെ പോയതാണ്. പിന്നെ ഇവരുടെ പേരിൽ കൊടുക്കാഞ്ഞെന്ന് വെച്ചാൽ കൊല്ലത്ത് പേര് കേട്ട കൊട്ടേഷൻ ടീമൊക്കെയാണ് ഇവർ. അത് കാരണം പേടിച്ചിട്ടാണ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ ഇവർ കൊട്ടേഷൻ കാരണം പുറത്തു ഇറങ്ങാൻ വയ്യ, എന്താ മരിക്കണോ ജീവിക്കണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഒരു കേസ് കൊടുക്കാവുന്നതുകൊണ്ട് ഇറങ്ങിത്തിരിച്ചതാണ്. ഇരയെ കെണിയിൽ കുടുക്കി ലക്ഷക്കണക്കിന് രൂപയാണ് ഒരുപക്ഷെ ഈ പ്രതികൾ സമ്പാദിച്ചിരിക്കുക. അതേസമയം ഒരു യുവതിയുടെ ജീവിതം താറുമാറായതിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കൊച്ചി മറൈൻ ഡ്രൈവിൽ ശിവസേനയുടെ സദാചാര ഗുണ്ടായിസം. മറൈൻ ഡ്രൈവിൽ ഒന്നിച്ചിരുന്ന യുവതിയുവാക്കളെ ശിവസേന പ്രവർത്തകർ ചൂരലുമായി എത്തി അടിച്ചോടിച്ചു. വൈകുന്നേരങ്ങളിൽ നിരവധി പേർ വിശ്രമിക്കാനെത്തുന്ന സ്ഥലത്തായിരുന്നു ശിവസേനയുടെ അഴിഞ്ഞാട്ടം. സംഭവത്തെ തുടർന്ന് ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടായിസം തടയുന്നതിൽ വീഴ്ച വരുത്തിയ എറണാകുളം സെൻട്രൽ SIയെ സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടികൾക്കെതിരായ അതിക്രമം തടയുക, മറൈൻ ഡ്രൈവിലെ കൊടചൂടി പ്രേമം നിർത്തലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ശിവസേന പ്രവർത്തകർ മറൈൻ ഡ്രൈവിലേക്ക് മാർച്ച് നടത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ സമയം മറൈൻ ഡ്രൈവിൽ ഒരുമിച്ചിരിക്കുകയായിരുന്ന യുവതീയുവാക്കൾക്ക് നേരെ ശിവസേന പ്രവർത്തകർ പാഞ്ഞെടുക്കുകയായിരുന്നു. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് ചൂരലുപയോഗിച്ച് അടിച്ച് യുവതീയുവാക്കളെ ശിവസേന പ്രവർത്തകർ വിരട്ടിയോടിച്ചു. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനായി നിരവധി പേർ വന്നെത്തുന്ന സ്ഥലത്താണ് ശിവസേന പ്രവർത്തകർ അഴിഞ്ഞാടിയത്. സംഭവത്തെ തുടർന്ന് 5 ശിവസേന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജി പറഞ്ഞു. അതിന് ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നേതൃത്വം കൊടുത്ത നേതാവ് അടക്കമുള്ള ആൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ, കുഞ്ഞുമോൻ, രതീഷ്, വിനീഷ്, ലെനിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 20ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുമരകത്ത് വ്യാജ IAS ഉദ്യോഗസ്ഥർ പിടിയിലായി. മുംബൈ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. IAS ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ ഹോട്ടലിൽ മുറിയെടുക്കുകയായിരുന്നു. വ്യാജ ID കാർഡുകൾ ഇവരിൽ നിന്ന് പിടികൂടി. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിലെ 4 പ്രതികളെ 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പ്രതികളുടെ ആവശ്യം പരിഗണിച്ച് ബന്ധുക്കളെ കാണാനും അഭിഭാഷകരുമായി ബന്ധപ്പെടാനും കോടതി അനുവദിച്ചിട്ടുണ്ട്.
ഷംസൂൺ, കരീം രാജ, അബ്ബാസ് അലി, ഷംസുദ്ദീൻ കുരുവ, ദാവൂദ് സുലൈമാൻ എന്നീ പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കോടതി അനുമതിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോ കോടതി ചോദിച്ചു. ബന്ധുക്കളെ കാണാൻ അനുവദിക്കണമെന്നാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ബന്ധുക്കളെ കാണാനും അഭിഭാഷകനുമായി ബന്ധപ്പെടാനും കോടതി അനുവാദം നൽകി. കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. നാളെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. പ്രതികളെ കളക്ടറേറ്റ് വളപ്പിലും ഷംസൂൺ, കരീം രാജ മൊബൈൽ റീചാർജ് ചെയ്ത കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആന്ധ്രയിലെ നെല്ലൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് കൊല്ലത്തെത്തിച്ചത്. 2016 ജൂൺ 15 കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ തൊഴിൽ വകുപ്പിന്റെ ഉപയോഗശൂന്യമായ ജീപ്പിലാണ് സ്ഫോടനം നടത്തുന്നത്. ടൈമർ ഘടിപ്പിച്ച സ്റ്റീൽ ബോംബ് സ്ഥാപിച്ചായിരുന്നു സ്ഫോടനം. കോടതികളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് ബേസ് മൂവ്മെന്റ് പേരിൽ പ്രതികൾ കോടതികൾ ലക്ഷ്യമിട്ട് സ്ഫോടനം ആസൂത്രണം ചെയ്തെന്നായിരുന്നു അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ. കൊല്ലം കൂടാതെ മലപ്പുറം, മൈസൂർ, നെല്ലൂർ, ചിറ്റൂർ എന്നിവിടങ്ങളിൽ നടത്തിയ സ്ഫോടനങ്ങളിലും ഇവർ പ്രതികളാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉജ്ജയിൻ ട്രെയിൻ സ്ഫോടനം രാജ്യത്ത് IS തീവ്രവാദികൾ നടത്തിയ ആദ്യ ആക്രമണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആസൂത്രകനെന്ന് കരുതപ്പെടുന്ന സൈഫുള്ള ഉത്തർപ്രദേശ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇയാളുടെ പക്കൽ നിന്നും IS പതാകയും ട്രെയിൻ ടൈം ടേബിളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. 8ഓളം പേരെ 2 സംസ്ഥാനങ്ങളിൽ നിന്നായി പിടികൂടി. ഭോപ്പാലിൽ നിന്നും ഉജ്ജയിനിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ ജാബി റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഇന്നലെ രാവിലെയോടെയാണ് സ്ഫോടനമുണ്ടായത്. 10ഓളം പേർക്ക് പരിക്കേറ്റ സംഭവത്തെക്കുറിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ IS ബന്ധം കണ്ടെത്തി. 8ഓളം പേരെ ഇരു സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സംഭവം ആസൂത്രണം ചെയ്തുവെന്ന് കരുതപ്പെടുന്ന IS തീവ്രവാദി സൈഫുള്ളയെ ജീവനോടെ പിടികൂടാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഇയാൾ ഒളിച്ചിരുന്ന വസതി പോലീസ് വളഞ്ഞു. 2 മണിക്കൂറോളം നീണ്ട വെടിവെപ്പിന് ശേഷം സൈഫുള്ള കൊല്ലപ്പെട്ടു. ഇയാളുടെ വസതിയിൽ നിന്നും IS പതാകയും സ്ഫോടനം നടന്ന ട്രെയിനിനെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ രേഖകളും ലഭിച്ചു. ഇറാഖിലും സിറിയയിലും നിലനിൽപ്പ് അപകടത്തിലായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഫോടനം എന്ന് സംശയിക്കുന്നതായി ഉത്തർപ്രദേശ് തീവ്രവാദി വിരുദ്ധ സേനാ തലവൻ അറിയിച്ചു. കഴിഞ്ഞ വർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 60ഓളം IS അനുഭാവികളെ NIA പിടികൂടിയിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് IS നേരിട്ട് ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മോദിയുടെ പരിപാടിയിൽ തട്ടമിട്ട ജനപ്രതിനിധിക്ക് വിലക്ക് ഏർപ്പെടുത്തി. വയനാട് മൂപ്പിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാനത്തിനെയാണ് ഗുജറാത്തിൽ നടന്ന പരിപാടിയിൽ നിന്നും വിലക്കിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹർബാനത്തിനെ തട്ടമിട്ടവർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് അഹമ്മദാബാദിൽ സ്വച്ഛ് ശക്തി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ നടത്തിയ ക്യാമ്പിൽ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ വിശദീകരണമായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ലധികം വനിതാ ജനപ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയനാട്ടിലെ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഷഹർബാനത്തിനെ സംഘാടകർ തടഞ്ഞു. തട്ടമിട്ടവരെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ തടഞ്ഞതെന്ന് ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അത് സംഭവം എന്താണെന്ന് ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കയറുമ്പോഴേ കറുത്ത മസ്ത ധരിക്കണ്ട എന്നുള്ള രീതിയിൽ കറുത്ത തലയിൽ മസ്തുണ്ടല്ലോ. അതെ. അപ്പൊ അത് ഇട്ടിട്ട് കയറണ്ട. എന്നിട്ടോ? അപ്പൊ അവര് പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തലേന്ന് ഊരിച്ചു അതവിടെ വാങ്ങി വെച്ചു. തട്ടമിട്ടെത്തിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വനിതാ ജനപ്രതിനിധികളെയും സംഘാടകർ തടഞ്ഞിരുന്നു. പിന്നീട് കേരള പ്രതിനിധികൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെയാണ് സംഘാടകർ ഇവരെ കടത്തിവിടാൻ തയ്യാറായത്. വനിതാ ദിനത്തിൽ തന്നെ വനിതാ ജനപ്രതിനിധികളുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാലകത്ത് ബഷീറിനെ നീക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് സ്പോർട്സ് കൗൺസിൽ മുക്കി. 3 വർഷം മുമ്പുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഭരണസമിതിയാണ് നടപടിയെടുക്കാതെ പൂഴ്ത്തിയത്. മലപ്പുറത്ത് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലെ അഴിമതി സംബന്ധിച്ച കേസിലാണ് ബഷീറിനെ അടിയന്തരമായി മാറ്റാൻ 2014 വിജിലൻസ് നിർദ്ദേശിച്ചിരുന്നത്. റിപ്പോർട്ട് കാണാം. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാലകത്ത് ബഷീറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടാണിത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിൽ നാലകത്ത് ബഷീർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നും അന്വേഷണ വിധേയമായി ബഷീറിനെ മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2014 ജൂൺ 30-നാണ്
വിജിലൻസ് ഡയറക്ടർ സർക്കാർ മുഖേന സ്പോർട്സ് കൗൺസിലിന് ഉത്തരവ് കൈമാറിയത്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 2015 ജൂലൈ 30 സ്പോർട്സ് കൗൺസിൽ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ നാളിതുവരെ ബഷീറിനെതിരെ നടപടിയെടുത്തിട്ടില്ല. സ്പോർട്സ് കൗൺസിലിലെ കഴിഞ്ഞ ഭരണസമിതിയും വോളിബോൾ അസോസിയേഷനും റിപ്പോർട്ട് നടപടിയെടുക്കാതെ മുക്കുകയായിരുന്നു. തിരുവനന്തപുരം വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി MS അനിൽകുമാർ. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ശ്രീ നാലകത്ത് ബഷീറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാനായി ദേശീയ വോളിബോൾ ഫെഡറേഷൻ നൽകിയ 6 ലക്ഷം രൂപ നാലകത്ത് ബഷീർ വകമാറ്റി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതായും ബഷീറിനൊപ്പം അസോസിയേഷൻ ട്രഷറർ R രാമചന്ദ്രൻ നായരെയും മാറ്റി നിർത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മുൻ മന്ത്രി നാലകത്ത് സുഫിയുടെ സഹോദരനായ നാലകത്ത് ബഷീറിന്റെ തന്നെ സമ്മർദ്ദത്തെ തുടർന്നാണ് നടപടി ഉണ്ടാകാതിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ബഷീറിനെതിരെ ഇപ്പോൾ മറ്റൊരു കേസിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ ഭരണസമിതി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്നാണ് കായിക ലോകത്തിന്റെ പ്രതീക്ഷ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.